നമസ്കാരം ഗൈസ്, അസ്സലാമു അലൈക്കും. ഇത് എറണാകുളം ടൗൺ അഥവാ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് യാത്രക്കാർ വന്നിറങ്ങുന്ന, അതേപോലെ കേരളത്തിൻ്റെ തന്നെ കമേഴ്ഷ്യൽ ക്യാപിറ്റലായ മറൈൻ ഡ്രൈവും അതേപോലെ ബോൾഗാട്ടിയും അങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളുള്ള എറണാകുളം നഗരം. എപ്പോഴും ഒരുപാട് യാത്രക്കാർ വന്നിറങ്ങുന്ന എറണാകുളം നഗരത്തിലെ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. സോ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഏറ്റവും അടുത്തുള്ള പള്ളിയെക്കുറിച്ചാണ്, മുസ്ലിം പള്ളിയെക്കുറിച്ച്. പലരും യാത്ര കഴിഞ്ഞിട്ട് പള്ളിയില്ലാണ്ട് നിസ്കരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡാണ്. ഇത് ബസ് സ്റ്റാൻഡിലെ ലോക്കൽ ബസ് പിടിക്കാൻ, എറണാകുളം സിറ്റിയിൽ ഓടുന്ന ബസ് പിടിക്കാൻ പോകുന്ന, അതേപോലെ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെയുള്ള റോഡാണ് ഇത്. ഇതിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് അവിടെ നിന്ന് ഡയറക്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു പനക്കൽ ഹൗസ്, പനക്കൽ ഹോം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ബസ്സിലേക്കൊക്കെ പോകുന്ന റോഡിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ റോട്ടിലിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അടുത്ത്. പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഒരു ഹോസ്പിറ്റലാണത്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. അതാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ പേര്. അത് കഴിഞ്ഞ ഉടനെ ഒരു ഹോട്ടൽ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, കാണുന്നുണ്ടാവും. ആ ബോർഡ് ശരിക്കും വ്യക്തമല്ല വീഡിയോയിൽ, എന്നാലും അത് കഴിഞ്ഞ ഉടനെ അതാ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു മനോഹരമായ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു അത്തർ കടയൊക്കെ ഉണ്ട് തൊണ്ടി തന്നെ. അത് കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായൊരു പള്ളിയുണ്ട്. വളരെ വൃത്തിയും അതേപോലെ തന്നെ ഇത് വുളു ചെയ്യുന്ന സ്ഥലമാണ്, ബാത്റൂമൊക്കെയാണ്. ഇതാണ് പള്ളിയുടെ അകംഭാഗം. പള്ളി ഇത് രാവിലെ 4:30 മണിക്ക് തുറക്കും, തഹജ്ജുദിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ സുബൈ കഴിഞ്ഞ പാട് ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ളുഹൂറിന് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം രാത്രി 10-9:30 മണി വരെ ഉണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും.